ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് എഫക്ട്സ്. സോ നമുക്കിന്ന് ഓർഡർ വന്നിരിക്കുന്നത് ജാർഖണ്ഡിൽ നിന്നാണ്. ഓർഡർ ആക്ച്വലി ഗോ സ്ക്രീൻ ആണ്. ഗോ സ്ക്രീൻ ആക്ച്വലി നമ്മൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. നമുക്ക് കണ്ടെയ്ൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡാർക്കറായിട്ടുള്ള ഗ്രീനും ബ്ലൂവും പേൾസായിട്ട് മിക്സ് ചെയ്യുന്ന ഷെയ്ഡാണ്. ഒരു ഓഫ് ലൈറ്റിൽ ഇതാണ് ആക്ച്വലി ഷെയ്ഡ്. നമുക്ക് ഞാൻ ഇതിൻ്റെ സൺലൈറ്റുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ആക്ച്വലി ഗോ സ്ക്രീനിൻ്റെ സൺലൈറ്റ് വരുമ്പോൾ റിസൾട്ട്. കാണാൻ വളരെ ഡാർക്കായിട്ടുള്ള പോളാണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. കാണാം ഒരു ഡാർക്കായിട്ടുള്ള ബ്ലൂവും ഗ്രീനും ഷിഫ്റ്റ് ആവും അല്ലേ. ഇതിന് ഓഫ് സൺലൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് നോർമൽ ബ്ലാക്ക് പോലെ ഇരിക്കും. ശരിക്കും സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴാണ് പോളിൻ്റെ അപ്പിയറൻസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് റെഗുലർ പെയിൻറ്റിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഈ പോളിൽ കിട്ടും. ഇതിനകത്തിപ്പോൾ മെയിനായിട്ട് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഡാർക്കറായിട്ടുള്ള ഗ്രീനും ബ്ലൂവും മിക്സ് ആയിട്ടുള്ള പേഴ്സാണ്. പക്ഷേ ഈ റിയൽ ടൈം നമുക്ക് നേരിട്ട് സൺലൈറ്റിൽ നമുക്ക് ചെറിയൊരു ലൈറ്റായിട്ടുള്ള ഗോൾഡിൻ്റെ പേളൊക്കെ നമുക്ക് മിക്സ്ഡായിട്ട് ഇതിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഗോ സ്ക്രീൻ ഓൾറെഡി പ്രീ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് നേരത്തെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കവറേജിലാണ് നമ്മളിത് മേക്ക് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കവറേജ് ജസ്റ്റ് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് പെയിൻറ്റിൽ തന്നെ അത്യാവശ്യം പോളിൻ്റെ പ്രസൻസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ ആക്ച്വലി എല്ലാവരും ബ്ലാക്കിൽ നിന്നൊരു ഡാർക്ക് ഷെയ്ഡായിട്ട് ഒരുപാട് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഗ്യാരണ്ടിയിട്ട് പറയാൻ പറ്റും ഈ ഒരു ക്വാളിറ്റിയും ഈ ഒരു പേർപ്പസും നമുക്കൊരിക്കലും നോർമൽ പേസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പറയുന്നത് നിങ്ങൾക്ക് ഈസിയായിട്ട് അത് മനസ്സിലാവും. അതിന് സൺലൈറ്റിൽ റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മേക്കിംഗ് പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ബോട്ടിൽ ലേബിൾ ചെയ്തിട്ടുണ്ട്, കാണാം ഗോ സ്ക്രീൻ. ഇനി നമ്മൾ പെയിൻറ്റിലോട്ടാക്കും. അത്യാവശ്യം നമ്മൾ ഈ പാക്കിംഗ് ചൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ വഴിയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും റിലയബിളായിട്ട് നമുക്കത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റും. വേറെ ലീക്കേജോ ബ്ലോക്കേജോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസിയായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബോട്ടിലോട്ട് പെയിൻറ്റ് മാറ്റാം. നമ്മൾ മേക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഷെയ്ഡെല്ലാം വൈറ്റ് ബേസ് പേളാണ്. അപ്പം വളരെ റെയറായിട്ടുള്ള പേൾസ് മാത്രമേ നമുക്ക് പേളിൽ കളർ പേൾസ് നമുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് അത്യാവശ്യം കളർ പേൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവായിട്ട് നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, 100% മാച്ചാണ്. ഇത് നമുക്ക് കണ്ടെയ്നറിലോട്ട് നമുക്ക് പെയിൻറ്റ് മാറ്റാം. നമുക്ക് ആ പെയിൻറ്റിൽ തന്നെ അത്യാവശ്യം പോളിൻ്റെ പ്രസൻസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ്റ് ടിന്നിലോട്ട് മാറ്റുന്നതാണ്. കാരണം പെയിൻറ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഔട്ട്ലുക്ക് ഇതാണ്. ഫൈനൽ പ്രോഡക്റ്റ് ഇതാണ്. നിങ്ങൾക്ക് കാണാൻ ടെസ്റ്റ് സാമ്പിളും പെയിൻറ്റും ഓൾമോസ്റ്റ് എല്ലാം മാച്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും കസ്റ്റമറിന് ഈ ബോട്ടിൽ കിട്ടും. ബോട്ടിൽ നമുക്ക് എന്താണ് എക്സാക്റ്റ് ഷെയ്ഡിൻ്റെ നെയിമും അതിൻ്റെ കാറ്റഗറിയും ബാർകോഡും നമ്മൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഷേക്ക് വെൽ ബിഫോർ യൂസ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം പേൾ ബേസ്ഡ് പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞായിരിക്കും കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടുന്നത് പ്രോഡക്റ്റ്. അപ്പോൾ പേൾ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ പേളെല്ലാം അടിയിൽ ക്ലംസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റീഅറേഞ്ച് ആവും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കത് പാക്ക് ചെയ്യാൻ നന്നായിട്ട്. അതിനുശേഷം ഷിപ്പിംഗ് ലേബിൾ ഒട്ടിക്കുക. ആമസോൺ വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൊറിയർ വന്ന് പ്രോഡക്റ്റ് പിക്കപ്പ് ചെയ്യും, നേരെ കസ്റ്റമർ ഡോർ ഡെലിവറി. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്നിട്ട് DM ചെയ്യാം. താങ്ക് യു.